നമസ്കാരം. ഓരോ വ്യക്തികളും പലവിധ പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ പുറത്ത് പറയുവാൻ സാധിക്കാത്തതായ വിഷമങ്ങളാണ് എങ്കിലും അത്തരത്തിൽ മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് പലരും. അത്തരം വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ഭഗവാൻ നൽകുന്നതായ ആ സന്ദേശങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായും മാച്ച് ആകുന്ന പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. അല്ലാത്തതായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ വിട്ടുകളയുക. അപ്പോൾ ഭഗവാന്റെ പ്രപഞ്ച ശക്തിയുടെ സന്ദേശത്തെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ പലപ്പോഴും അതിനായുള്ള ശ്രമങ്ങൾ നടത്തി എങ്കിലും അത് നിങ്ങൾ വിചാരിച്ചതുപോലെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ നന്നായി പരിശ്രമിക്കുകയാണ് എങ്കിൽ ഉറപ്പായും ആ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുവാനുള്ള നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്ന സന്ദേശം തന്നെയാണ് യൂണിവേഴ്സ്, നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്നത്. അതേപോലെ തന്നെ നിങ്ങളിൽ പല വ്യക്തികൾക്കും സാമ്പത്തികപരമായ ചില കാര്യങ്ങളിൽ പ്രയാസങ്ങൾ അല്ലെങ്കിൽ സ്ഥിരതയില്ലായ്മ നേരിടുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരണം, അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നു എങ്കിൽ അത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായ വിജയങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇനി മുതൽ അതിന് അനുകൂലമായ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാം എന്ന് കാണുന്നു. നിങ്ങളുടെ പരിശ്രമത്തിനാൽ ചെറിയ രീതിയിലുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നു എന്നും അത് ജീവിതത്തിൽ സ്ഥിരമായി നിലനിർത്തേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ചില അവസരങ്ങളിൽ മുൻപ് ഇപ്രകാരം ചില അനുകൂലമായ കാര്യങ്ങൾ നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ജീവിതത്തിൽ ഇതുവരെയും ലഭിക്കാതെ പോയിട്ടുള്ളതായ സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ, അത് പുരോഗതിയാകാം, സാമ്പത്തികപരമായ നേട്ടങ്ങളോ സാമ്പത്തികപരമായ മറ്റ് കാര്യങ്ങളോ ആകാം, അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. സാമ്പത്തിക പരാധീനതകൾ മൂലം ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളതായി അല്ലെങ്കിൽ മാറ്റിവച്ചിട്ടുള്ളതായാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ് എങ്കിലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പലരുടെയും ഇഷ്ടത്തിന് നിൽക്കേണ്ടതായ സാഹചര്യം, അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പലരും വില നൽകാത്തതായ സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അത്തരം ചില വിഷമതകൾ നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. അത് വലിയ സങ്കടങ്ങൾ തന്നെയാകാം. നിങ്ങൾക്ക് സാമ്പത്തികപരമായി പുരോഗതി വന്നു ചേരുമ്പോൾ തീർച്ചയായും നിങ്ങൾ നഷ്ടപ്പെടുത്തിയതായ അല്ലെങ്കിൽ വേണ്ട എന്ന് വച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം എന്നും കാണുന്നു. സാമ്പത്തിക പരാധീനതകൾ മൂലം നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എന്താണോ നഷ്ടപ്പെടുത്തിയത് അത് നിങ്ങളിലേക്ക് തന്നെ വന്ന് ചേരുവാനുള്ള അവസരങ്ങളാണ് കടന്നു വരിക എന്നും കാണുവാനായി സാധിക്കുന്നു. പല വിധത്തിലും നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ്. സന്തോഷം, സമാധാനം, നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നതായാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികപരമായ ഒരു മുന്നേറ്റത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകൾ നിങ്ങൾക്കുള്ളിലുണ്ട് എന്നും ആ കാര്യങ്ങളിൽ വ്യക്തത വന്നു ചേരും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ചില കാര്യങ്ങൾ തുടരണമോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പം നിങ്ങളിലുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. അത്തരം കാര്യങ്ങളിലും നിങ്ങൾക്ക്
വ്യക്തമായ ബോധ്യം വന്നു ചേരും എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും എന്നാൽ വിചാരിച്ചതുപോലെ തന്നെ അത് നടപ്പിലാക്കുവാൻ സാധിക്കാത്ത നിരാശ നിങ്ങൾക്കുണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. പലരുടെയും ചതിവിനാലോ അല്ലെങ്കിൽ പലരും നിങ്ങൾക്ക് പിന്തുണ നൽകാത്തതിനാലോ ഇപ്രകാരം ചില കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് കാണുന്നു. പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവായ ആളുകൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ അവർ നിങ്ങളെ പല കാര്യങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കുകയോ ചില കാര്യങ്ങളിൽ പിന്നോട്ട് വലിക്കുകയോ ചെയ്യുന്നതായ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് ബോധ്യമാകുന്നതുമാണ്. ചില കാര്യങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരുടെ ഉപദേശത്താൽ നിങ്ങൾ മാറി നിൽക്കുകയും അത് പിന്നീട് നിങ്ങൾക്ക് ലാഭമായിരിക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പല വ്യക്തികളെയും മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതായ പാത അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കണമോ മറ്റ് കാര്യങ്ങളിലേക്ക് തിരിയണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാൻ സാധിക്കുമോ പരാജയത്തിലേക്ക് എത്തുമോ ഇത്തരത്തിൽ പലവിധ ആശങ്കകൾ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതായ സാഹചര്യമുണ്ട്. ഇപ്രകാരം പല കാര്യങ്ങളും ചിന്തിക്കുകയും അത് നിങ്ങൾക്ക് വളരെയധികം ആശങ്കകൾക്ക് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. ഇവിടെ വളരെ ശക്തരായ വ്യക്തികളാണ് നിങ്ങൾ എന്നും അതിനാൽ പൂർണ്ണ വിശ്വാസത്തോടെ മനസ്സോടെ ഏതൊരു കാര്യവും ചെയ്യുവാൻ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും എന്ന ഉറപ്പുണ്ട് എങ്കിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിൽ തടസ്സമില്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകാവുന്നതാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യത്തിനായി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ചെയ്യാൻ പോകുന്നതായ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നതായ കാര്യത്തിന് ആ ശ്രമത്തിന് പ്രപഞ്ച ശക്തിയുടെ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ എല്ലാ സഹായവും അനുഗ്രഹവും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. നിങ്ങളിലേക്ക് ഊർജ്ജസ്വലത കടന്നു വരാം. അതായത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും അലസത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിനാൽ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമോ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കാത്തതായ സാഹചര്യമോ ഉണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. 100% ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും അത് പിന്നീട് നിങ്ങൾക്ക് നേട്ടമായി തന്നെ മാറുകയും ചെയ്യാം. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സ്നേഹിക്കുവാനും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിറവേറ്റുവാനുമായി ചില വ്യക്തികൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ ഉണ്ടാകും എന്നും അവരെ നിങ്ങൾ തീർച്ചയായും തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. പലപ്പോഴും പലരെയും അമിതമായി ആശ്രയിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്നും കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങളെങ്കിലും പ്രയത്നിക്കുവാനുള്ള മനസ്സ് അല്ലെങ്കിൽ അത് കഠിനാധ്വാനത്തിലൂടെ നേടണം എന്ന മനസ്സ് നിങ്ങൾക്കുണ്ട്. അത്തരത്തിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് കടന്ന് വരുന്നത്. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് മാറ്റുവാൻ, അതായത് കഴിവുകളെ ശരിയായ രീതിയിൽ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ചില മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും അത് വിജയത്തിലേക്ക് എത്തിച്ചേരുവാനുമുള്ള സാധ്യതകളുണ്ട്. മറ്റുള്ളവരുടെ നേട്ടത്തിലെ ചില കാര്യങ്ങൾ, അതായത് മറ്റുള്ളവരുടെ നേട്ടവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിൽ നിങ്ങളുടെ സഹായം ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അവർ പിന്നീട് നിങ്ങളെ വിസ്മരിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം നിരാശ സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. ഏതൊരു സാഹചര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം കൈവിടാൻ പാടില്ല.
എന്ന് തന്നെയാണ് സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് തീർച്ചയായും നിങ്ങളുടെ മനസ്സ് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന് കാണുന്നു. തീർച്ചയായും പ്രതീക്ഷകളോടെ തന്നെ നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അനുഗ്രഹങ്ങൾ വന്നു ചേരും. ദൈവത്തോട് നന്ദി പറയേണ്ടതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ സമയം നിങ്ങളിലേക്ക് ബഹുമാനം, സ്നേഹം കടന്നു വരാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ പോസിറ്റീവായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. ഈ സമയം നെഗറ്റീവായ ആ കാര്യങ്ങളെ പൂർണ്ണമായും നിങ്ങളിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്.